ഹായ്, ഞാൻ അരുൺ പതാകത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു സംശയം. ഇത് ഇത്രയും കാലം യൂറോപ്പിലൂടെയൊക്കെ സഞ്ചരിക്കണം മനസ്സിലാവണം. നമ്മളുടെ കൊച്ചമ്മമാരുണ്ടല്ലോ നാട്ടിലെ, ഇംഗ്ലീഷാണെന്ന് കാണിക്കണവരും അവരുടെ ഡ്രസ്സ്, അവരുടെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ അങ്കിൾ ആൻറ്റി വിളി, അങ്കിൾ പിള്ളേരെ കൊണ്ട് അങ്കിൾ എന്ന് വിളിപ്പിക്കുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള അല്ല നൈറ്റ് ഇടൽ. എൻ്റെ ധാരണ ഇതൊക്കെയാണ് യൂറോപ്പിൽ നിന്ന്. ഞാനിപ്പോൾ ഈ കുറേ രാജ്യങ്ങൾ, 50-ലേറെ രാജ്യങ്ങൾ, എത്രയാണെന്ന് കൗണ്ട് പോലുമില്ല, 50-60 ഉണ്ട്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരിടത്തും ഞാൻ നൈറ്റിയും കണ്ടിട്ടില്ല, ഒരാൾ അങ്കിൾ വിളിയില്ല, ആൻറ്റി വിളിയില്ല. ഈ കൊച്ചമ്മമാരുടെയൊക്കെ അനുകരണങ്ങളെ, അതുപോലെ കുറേ മണ്ടത്തരങ്ങളും ഒക്കെ, ഇതൊക്കെയാണ് യൂറോപ്പിൽ നിന്നും, ഇങ്ങനെയാണ് നമ്മളുടെ ലൈഫ് എന്നൊക്കെയാണ് ഇവിടെ തെറ്റിദ്ധരിച്ചാണ്. ഇവരുടെ ഇത് സിവിക് സെൻസ്, വൃത്തി, ആഭരണ ബഹുമാനിക്കൽ, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മളുടെ ആളുകൾക്ക് അതൊക്കെ ഇല്ലാതാണ്. അവരുടെ സ്പേസിലേക്ക് കയറാതിരിക്കാൻ, പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുക. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇത്ര കാലമായിട്ടും മടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു സന്ദേശവുമായിട്ട് റെസ്പെക്റ്റ് ഈച്ച് അതേഴ്സ്, അത് നമ്മളെങ്ങനെ ഒരാൾ പറഞ്ഞ പോലെ നമ്മൾ എന്താ ജോലി ചോദിക്കുന്നത് എന്തിനാ, റെസ്പെക്റ്റ് എത്ര കൊടുക്കണം എന്നറിയാനാണ്. ഞാൻ പല കളക്ടർമാരുടെയും ഇൻ്റർവ്യൂകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെ IAS ആസ്പിറൻസിനൊക്കെ ഇൻ്റർവ്യൂവിനകത്ത് മറ്റേവർ വന്നിട്ട് പറയാം, എൻ്റെ നാട്ടിലൊരു കളക്ടർ വന്നു, അപ്പോൾ കിട്ടിയത്. അതിപ്പോൾ പ്രശാന്ത് ബ്രോ തന്നെ പറയുന്നുണ്ട്. പ്രശാന്ത് ബ്രോയുടെ അമ്മ മെഡിക്കൽ സർവീസിലെ ഡോക്ടറായിരുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കസേര പോലും കൊടുക്കണില്ല. ഇത് കഴിഞ്ഞപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിനെ കാണാൻ പോകുന്നു. അപ്പോഴൊക്കെ പ്രശാന്ത് ബ്രോ പയ്യനായിട്ടിരിക്കുമ്പോൾ ഒപ്പമുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിനെ കാണാൻ പോകുമ്പോൾ ഇരുത്തുന്നു, IAS അങ്ങനെ കയറിയതാണ്. അതെല്ലാ കളക്ടർമാരും പറയുന്നുണ്ട് അവരുടെ നാട്ടിൽ അന്നേരം ഒരു കളക്ടർക്ക് കിട്ടുന്ന ബഹുമാനം കണ്ടിട്ടാണെന്ന്. നമുക്കറിയില്ല. കണ്ടോ, നമ്മൾ പദവികൾ നോക്കിയിട്ടാണ് ബഹുമാനിക്കുക. ഒരാളുടെ പേര് ചോദിക്കുന്നത്, ജാതി അറിയാൻ, എന്താ ജോലി എന്ന് ചോദിക്കുന്നത്, എത്ര ബഹുമാനിക്കണം എന്നറിയാൻ, ഇങ്ങനെയൊക്കെയാണ്. മതം അറിയാൻ, ഇതൊക്കെയാണ്. മതം ഇല്ലയെന്ന് ഒരാൾ പറഞ്ഞ ഉടനെ എന്നാലും ഒരു മതം ഉണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ സ്പേസിലേക്ക്, ഇത് ഭാര്യ കല്യാണം കഴിഞ്ഞാണോ, കൊച്ചുണ്ടോ, എത്ര പിള്ളേരുണ്ട്, അവരെന്താ ചെയ്യണേ, ഇങ്ങനെ പൊങ്ങച്ചങ്ങളും ഇതൊക്കെ ആയിട്ടാണ്. അപ്പം ഇവിടെ എല്ലാവരെയും ബഹുമാനിക്കും. കൊച്ചുകുട്ടിയെയും ബഹുമാനിക്കും. ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീണ ഒരു കുട്ടീനെ കൊണ്ട് പോലും നിങ്ങൾക്ക് കാറിലേക്ക് പോയിട്ട് കോർണർ എടുത്തിരുത്താൻ പറ്റില്ല. ആ കുട്ടീനെ ഫ്രണ്ടിൽ ഇരുത്താൻ പറ്റില്ല, ബാക്കിലേ ഇരുത്താവൂ. അതും ചൈൽഡ് സീറ്റ് വേണം. അത് അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ ചൈൽഡ് സീറ്റ് പുറകോട്ടേക്ക് തിരിഞ്ഞിരിക്കണം. ഇത്ര വയസ്സാവാണ്ട് കുട്ടിക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെ യൂറോപ്പിലൊക്കെ ഇത്ര മീറ്റർ ഹൈറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടീനെ ഫ്രണ്ടിലിരുത്താം. അമേരിക്കയിൽ 14 വയസ്സാണ്. വിമാനം പറത്താൻ എനിക്ക് തോന്നുന്നു 14 വയസ്സിന് പറ്റും. വണ്ടി ഓടിക്കണേ 18 വയസ്സ് വേണം. അങ്ങനെ കുറേ രസകരമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ആയത്